അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. സഹോദരങ്ങളെ, നമ്മുടെ ഉസ്താദ്മാരിൽ ഒരാൾ മുമ്പ് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മ വന്നത്. കള്ളൻ പഠിച്ചാൽ പഠിച്ച കള്ളനാവും എന്ന് പറഞ്ഞതുപോലെ ഖുറാഫത്ത് പ്രചരിപ്പിക്കുന്നവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പിന്നീട് അവൻ ഇംഗ്ലീഷിൽ ഖുറാഫത്ത് പ്രചരിപ്പിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അവനെ കൊണ്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു വിദ്വാൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടയിലൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കുത്തിത്തിരുകിയിട്ട് പറയുന്നത് പഴയ തലേക്കെട്ട് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുന്ന അതേ ശിർക്കൻ വാദങ്ങൾ തന്നെ, പിടിക്കുന്ന തെളിവുകളും അത് തന്നെ. ഖുർആനിലുടനീളം തൗഹീദിൻ്റെ ആയത്തുകളും ഹദീസിലുടനീളം തൗഹീദുമായി ബന്ധപ്പെട്ട ഒരുപാട് കൽപ്പനകളും ഷിർക്കിനെക്കുറിച്ചുള്ള താക്കീതുകളൊക്കെ ഉണ്ടായിട്ടും ഖുർആനിലെ ചില ആയത്തുകൾ എടുത്തുകൊണ്ട് വന്ന് അതിന് ചില പണ്ഡിതന്മാർ കൊടുത്ത സനദില്ലാത്ത, ആളാരെന്ന് വ്യക്തത ഇല്ലാത്ത ദുർബലമായ ചില പരമ്പരകളൊക്കെ കൊണ്ടുവന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരണശേഷവും തേടാനുള്ള തെളിവാണ് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇയാളുടെ സംസാരം വളരെ രസകരമാണ്, അതുപോലെ തന്നെ വൈരുദ്ധ്യവുമാണ്. ഇയാൾ സംസാരം ആരംഭിക്കുന്നത് ഒരു പോസ്റ്റർ എടുത്തുകൊണ്ടിട്ടാണ്. അതായത് ആരോ ഒരാൾ ഉണ്ടാക്കിയ പോസ്റ്ററാണ്, നമുക്കറിയില്ല ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഉണ്ടാക്കിയ ആൾക്ക് ജസാഹുല്ലാഹു ഖൈറൻ, അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ അയാൾ രണ്ട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്: മൗലൂദിലെ ഷിർക്കും അതുപോലെ ഖുർആനിലെ തൗഹീദും. ഇപ്പോൾ ഖുർആനിലെ തൗഹീദിനായിട്ട് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ അള്ളാഹു അല്ലാതെ ആരാണ് പൊറുക്കാനുള്ളത്, ആരും തന്നെ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദിലുള്ള വരികളും. അപ്പം അതിൽ പറയുന്നത് ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വ അദദ്, ഞാൻ കണക്കില്ലാതെ എണ്ണമില്ലാതെ ഒരുപാട് പാപങ്ങൾ എനിക്ക് സംഭവിച്ചു. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഖൈറായ എൻ്റെ നേതാവായ നബിയെ ലക അഷ്കു ഫീഹി, താങ്കളോടാണ് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് പോസ്റ്റർ ഉണ്ടാക്കിയ ആൾ, തർജ്ജമ ചെയ്ത ആൾ ബ്രാക്കറ്റിൽ എനിക്ക് പുറത്തു തരേണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയുകയാണ്, അയാൾ ആദ്യം കളവിൻ്റെ വലിയ അപകടങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് എന്തു വലിയ കളവാണ് ഇവിടെ ചെയ്തത് എന്ന് പറയാം. എന്നിട്ട് എന്താണ് ആ കളവ്? എനിക്ക് പുറത്തു തരയണമേ എന്ന്. ശരിയാണ്, ഈ ബൈത്തിൻ്റെ വരികളിൽ ലക്ക അഷ്കു ഫീഹി, ഞാൻ ശിക്കായത്ത് പറയുന്നു, വേവലാതി പറയുന്നു, ആവലാതി പറയുന്നു എന്നേ ഉള്ളൂ, പുറത്തു തരണമെന്നില്ല. ഇപ്പോൾ കളവാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. സഹോദര, അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചൂടെ? അയാൾ ബ്രാക്കറ്റിലാണ് കൊടുത്തത് എനിക്ക് പുറത്തു തരയണേ എന്നുള്ളത്. അത് അയാൾക്കൊരു തട്ടിപ്പ് നടത്താനായിരുന്നെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വിവർത്തനം ചെയ്യുമ്പോൾ ഒരു അടിസ്ഥാന നിയമം നിങ്ങൾക്കറിയില്ലേ? ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വിവർത്തനത്തിൽ ഇല്ല എന്നുള്ളത് അറിയിക്കുന്ന ഒരു കാര്യമാണത്. അതതിൻ്റെ താല്പര്യമാണ് എന്നാണ്. അതിൻ്റെ താല്പര്യമല്ലേ? ഇയാളുടെ സംസാരം വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇയാൾ ആദ്യം ഇത് കളവാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സൂറത്തു നിസായിൽ 64-ാമത്തെ ആയത്തൊക്കെ ഓതി തെളിവ് പിടിച്ചിട്ട് ഇബ്നു കസീറിനൊക്കെ ഉദ്ധരിച്ചിട്ട് ഈ കാര്യം തന്നെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരണശേഷവും നമുക്ക് പൊറുക്കലിനെ തേടാം, കാരണം ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട സംഭവമാണല്ലോ. അപ്പം അങ്ങനെ പൊറുക്കലിനെ തേടാമെന്നാണ് എങ്കിൽ ഈ ശിക്കായത്ത് പൊറുക്കലിനെ തേടൽ തന്നെയല്ലേ? പിന്നെന്താണ് അത് വലിയ കളവായിട്ട് പറയാൻ കാരണം? അല്ല, അങ്ങനെ റസൂലിനോട് പൊറുക്കലിനെ തേടാനൊന്നും പാടില്ല എന്ന വാദക്കാരനാണ് എങ്കിൽ അയാൾക്കിതൊരു പരാതിയായിട്ടെങ്കിലും പറയായിരുന്നു, കളവ് പറഞ്ഞു എന്നുള്ളത്. എന്നിട്ടിത് പറയുകയും പിന്നീട് റസൂലിനോട് പൊറുക്കലിനെ തേടാം എന്ന ഗുരുതരമായ ശിർക്കൻ വാചകമാണ് പറയുന്നത്. ഇനി യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കും, ഈ മങ്കൂസ് മൗലൂദൊക്കെ പാരായണം ചെയ്യുന്ന ആളുകൾ ഈ വേവലാതി പറയുന്നത്, ആവലാതി പറയുന്നത് റസൂൽ പുറത്തു വരും, റസൂലിനോട് പൊറുക്കലിനെ ചോദിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അതാണല്ലോ ഇരു സമസ്തകളും ഇവിടെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലിനോട് പൊറുക്കലിനെ തേടാം, റസൂലിനോട് സഹായം ചോദിക്കാം. ഈ ഉള്ളവന് സഹോദരങ്ങളെ ഇത്ര ഗൗരവമായ തിന്മ ആളുകളെ കൊണ്ട് മുസ്ലിയാക്കന്മാർ ചെയ്യിപ്പിക്കുന്നത് മദീനയിൽ വെച്ച് കാണേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഖബറിൻ്റെ അരികിൽ ദൂരെ നിന്നുകൊണ്ട് റസൂലെ, താങ്കൾ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, ഞങ്ങളിത് നാളെ പോവുകയാണ്, ഇവിടുന്ന് ഉംറ ചെയ്തിട്ട് നമ്മുടെ അമലുകളുടെ കാര്യം താങ്കൾ നോക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അത് റസൂലിനോട് ചെയ്യാൻ. ഇയാളുടെ വാദപ്രകാരം റസൂലിനോട് ജീവിതകാലത്ത് ഒരാൾക്ക് സംഭവിച്ച ഒരു അബദ്ധം തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അയാൾ ജീവിതകാലത്ത് റസൂലിനോട് എനിക്ക് പുറത്തു തരണം, അതോ മാപ്പാക്കണമെന്ന് അപേക്ഷിക്കാൻ പറഞ്ഞ ഒരായത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് മരണശേഷവും റസൂലിൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കാനുള്ള തെളിവാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട്
ഇവർക്കൊരു പരീക്ഷണമെന്നോണം ഇബ്നു കസീർ റഹിമഹുള്ള കൊടുത്തൊരു ഉത്തുബി കഥയുണ്ട്. എന്താണ് ഉത്തുബി കഥയിലുള്ളത്? അതിലൊന്നുമില്ല. അതിലുള്ളത് ചില കാര്യങ്ങളാണ്. ഏതോ ഒരു മനുഷ്യൻ വന്ന് സംഭവം പറയുന്ന ഒരു കാര്യം, ആവലാതി പറയുന്ന ഒരു കാര്യം, അതെങ്ങനെ ദീനിൽ തെളിവാകും? ദീനിൽ തെളിവാകണമെങ്കിൽ സഹോദരങ്ങൾ, ഇബ്നു കസീർ ഒരു ഉദ്ധരണി കൊണ്ടുവന്നു. ആ ഉദ്ധരണിയിൽ വന്ന മനുഷ്യൻ ആരാണെന്ന് അറിയില്ല. ഈ ഉദ്ധരണിക്ക് സ്വഹീഹായ ഒരു സനദുമില്ല. അത് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്താൽ അത് ദീനിൽ തെളിവാകും. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇനി അതൊരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു അബദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം സംഭവിച്ചു. പണ്ഡിതന്മാർക്ക് അബദ്ധം സംഭവിക്കുകയില്ലേ? അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അങ്ങനെയാണ്. പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിന് തൗജീഹാത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഖുർആനിലുടനീളം വന്ന ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാർ വളരെ കൃത്യമായി വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയായാൽ പാപമോചനം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന ദീനിൻ്റെ അടിസ്ഥാന കാര്യം തകിടം മറിക്കുക. സഹോദരങ്ങൾ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന കാര്യം ഒരു ഇബാദത്താണ്. പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു താല ഇവിടെ പറയുന്നു, വമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് റസൂലിനോട് ചോദിക്കാൻ പറയുന്നത്? അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? സൂറത്തു നിസായിൽ 64-ാമത്തെ ആയത്ത് റസൂലിനും സ്വഹാബത്തിനും അല്ല അവതരിച്ചിട്ടുള്ളത്. മദീനക്കാരല്ലേ അത് കൃത്യമായി അതിന് സാക്ഷിയാകേണ്ടത്. അവരിൽ ആരെങ്കിലും ഒരാളെ, ഒരു സ്വഹാബി ഇങ്ങനെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് സ്വഹീഹായ ഒരു സനദ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരാളെങ്കിലും, ഒരു സ്വഹാബിയെങ്കിലും, ഒരു താബിയെങ്കിലും. ഇമാം മാലിക് മദീനക്കാരനായ മഹാനായ ഇമാമാണ്. അദ്ദേഹത്തിൽ നിന്നൊരു വാക്യം കൊണ്ടുവരാൻ പറ്റും? ഖബറിൻ്റെ അടുക്കൽ പോയി റസൂലിനോട് പാപമോചനം ചോദിക്കുക എന്നുള്ളത് അങ്ങനൊരു സംഭവമില്ല. അങ്ങനൊരു സംഭവം ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഇയാൾ ഈ തെളിവ് പിടിച്ചുകൊണ്ട് ഈ ഷിർക്കിന് കൊണ്ടുവരികയാണ്, ഷിർക്കിന് തെളിവ് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി, അല്പം ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനോടാണ് നിങ്ങൾ പാപമോചനം ചോദിക്കേണ്ടത്, റസൂലിനോടല്ല, സ്വഹാബത്തിനോടല്ല, ബദരീങ്ങളോടല്ല, അയിമ്മത്തുകളോടല്ല, സ്വാലിഹീങ്ങളോടല്ല, വലിയകളോടല്ല. അവരോടുള്ള പാപമോചനം അവരോട് ചോദിക്കുന്നത് അത് അവർക്കുള്ള ആരാധനയാണ്. അത് ഷിർക്കായിത്തീരും. ആ ഷിർക്കിലാണ് നിങ്ങൾ മരണപ്പെടുന്നത് എങ്കിൽ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് അഹി അബ്ദുള്ള എന്ന പേരുള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അതല്ലെങ്കിൽ അതുപോലെ സാലിഹീങ്ങളോടോ പാപമോചനം ചോദിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള പ്രാർത്ഥനകളോ സഹായതട്ടങ്ങളോ തേടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ഷിർക്ക് സംഭവിച്ചു. അതിന് കാരണക്കാരായ നിനക്ക് അതിനുള്ള ഓരോരുത്തരെയും നിന്നെ പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും ആ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നീ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗ്ഫാർ തേടാം എന്നറിയിക്കുന്ന വ്യക്തമായ ഒരു ആയത്ത് നീ കൊണ്ടുവരിക. അതിനേതെങ്കിലും ഒരു മുൻഗാമി അങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞ് തഫ്സീർ പറഞ്ഞത് നീ കൊണ്ടുവരിക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. നിനക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. ഒരു സ്വഹാബി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അങ്ങേയറ്റം അവിടത്തേക്കുള്ള ബാധ്യതകൾ എല്ലാം നിറവേറ്റി കൊടുത്തിട്ട് ഒരു സ്വഹാബി പോലും ഖബറിങ്കൽ വന്നിട്ട് പാപമോചനം ചോദിച്ചിട്ടില്ല. മഹാനായ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായി, അത് പൂർണ്ണമായി എല്ലാ നിലക്കും അത് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, വലൗ കാന യുശ്റഉ ലികുല്ലി മുദ്നിബിൻ അൻ യഅതിയ ഇലാ ഖബ്രിഹി ലിയസ്തഗ്ഫിറ ലഹു. പാപങ്ങൾ സംഭവിക്കുന്ന ഓരോരുത്തർക്കും ദീനിൽ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇസ്തിഗ്ഫാർ തേടുക എന്നൊരു കാര്യം മശ്റൂ ആണെങ്കിൽ, ദീനിലുണ്ട് എങ്കിൽ ലഖാനൽ ഖബറു അഅ്ലമ അയാദിൽ മുദ്നിബീൻ. പാപികൾക്ക് ഖബർ എന്ന് പറയുന്നത് അവർ സിയാറത്ത് ചെയ്യുന്ന വലിയൊരു സംഭവമായി തീരുമായിരുന്നു. വഹാദ മുലാദത്തുൻ സരീഹത്തുൻ ലിദീനിഹി വമാ ജാഅ ബിഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന് വ്യക്തമായ ഘടകവിരുദ്ധമായ കാര്യമായി തീരുകയും ചെയ്യും. കാരണം ദീനിൽ അങ്ങനെ ഒരു സംഭവമില്ല. പാപങ്ങൾ സംഭവിച്ചാൽ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക. കാരണം അങ്ങനെ സ്വഹാബികൾക്ക് എത്ര പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവരാരെങ്കിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു അബദ്ധത്തിന് പുറത്തു തരണം, ഞാൻ അള്ളാഹിനോട് പറയണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റസൂൽ പുറത്തു തരണം എന്ന് പറഞ്ഞിട്ടോ പറയുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതിനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്യുകയാണ്. ഇതുപോലെയുള്ള നീ വളരെയധികം മൃദുലമായ അതുപോലെ മനോഹരമായ രൂപത്തിൽ സംസാരിച്ചാലും നിൻ്റെ സംസാരം അത് പഴയ ശിർക്കൻ സംസാരം തന്നെയാണ്. അതുകൊണ്ടുള്ള തിക്തഫലം ഗൗരവമായിരിക്കും എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.